ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് സ്ക്രീനിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് എൻഡ് സ്ക്രീൻ, എങ്ങനെയാണ് എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് ക്രോം ബ്രൗസറിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് YT സ്റ്റുഡിയോയിലേക്ക് പോകാൻ പറ്റുക, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് എൻഡ് സ്ക്രീൻ? എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ അവസാനിക്കാറാകുമ്പോൾ തന്നെ ആ സെയിം ചാനലിൽ വേറൊരു വീഡിയോ വരുന്നതാണ് എൻഡ് സ്ക്രീൻ. ആ നമ്മുടെ വീഡിയോസ് അവസാനിക്കാറാകുമ്പോഴത്തേക്കും സ്ക്രീനിൽ നമ്മുടെ അടുത്തൊരു വീഡിയോ വരുന്നതാണ് എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ കാണുമ്പോൾ അത് കാണാൻ തോന്നും, നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോ കാണാൻ തോന്നും. അപ്പോൾ നമുക്ക് വ്യൂസൊക്കെ കൂടാൻ ചാൻസ് ഉള്ളതാണ്. സോ നമുക്കിനി എങ്ങനെയാണ് എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യാൻ നോക്കാം. എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ക്രോം ബ്രൗസറിൽ പോയിട്ട് യൂട്യൂബ് ഡാഷ്ബോർഡ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് അടിക്കുമ്പോഴത്തേക്ക് അവിടെ യൂട്യൂബ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് പോകുന്നത് നമ്മുടെ YT സ്റ്റുഡിയോയുടെ പേജിലേക്കാണ്. അപ്പോൾ ആ പേജിൻ്റെ സെയിം പേജിൻ്റെ തന്നെ താഴെയായിട്ട് ഷോ മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ്, നമ്മുടെ എല്ലാ വീഡിയോസും നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഷോ മോറിൽ നമുക്ക് ഏത് വീഡിയോയ്ക്കാണോ നമുക്ക് എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ ക്ലിക്ക് ചെയ്യാം. ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ റൈറ്റ് സൈഡിലേക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യേണ്ടത് അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാം, കാർഡ്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ ഐക്കണും അതുപോലെ തന്നെ എന്താണ് വീഡിയോയും മാത്രമാണ് എൻഡ് സ്ക്രീനായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യാം. പിന്നെ ഈ എൻഡ് സ്ക്രീന് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും, പക്ഷെ നമ്മളിത് എൻഡിലാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് അതിന് എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമുക്ക് എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.